ഒരാഴ്ച അങ്ങനെ ജപധ്യാനങ്ങളിൽ കടന്നുപോയി. നരസിംഹസ്വാമിയുടെ മുഖം മനസ്സിൽ പോലും തെളിയുന്നില്ലെന്ന് മനസ്സിലാക്കിയ പത്മപാദർ തന്റെ തപസ് കൂടുതൽ കഠിനമാക്കി. ഒറ്റക്കാലിൽ നിന്നായി പിന്നത്തെ തപസ്. അതും ദിവസങ്ങളോളം നീണ്ടു. ഒരു ഫലവുമില്ല. പിന്നെ ആഹാരം തീർത്തും ഉപേക്ഷിച്ചുകൊണ്ടായി തപസ്. അതും ഫലം കണ്ടില്ല. പിന്നെ ക്രമേണ ജലവും തീർത്തും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ തപം കൂടുതൽ കഠിനതരമാക്കി. എങ്ങനെയും ശ്രീ നരസിംഹമൂർത്തിയെ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും? തന്റെ പേരിന് തന്നെ അത് കളങ്കം ചാർത്തുകയില്ലേ? കാരണം താനല്ലേ നരസിംഹ ഭക്തരിൽ അഗ്രഗണ്യൻ എന്നൊക്കെയാണ് സന്യാസി ആയിട്ട് പോലും അഹങ്കാരത്തിന്റെ പിടിയിലമർന്നു പോയ അദ്ദേഹം ചിന്തിച്ചത്. പക്ഷേ കഠിനമായ തപം കൊണ്ട് അദ്ദേഹം വല്ലാതെ ക്ഷീണിച്ചു. എല്ലും തോലുമായി എന്നല്ലാതെ യാതൊരു ഗുണവും